ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട പൊട്ടിത്തെറിച്ച സാൻഡ്വിച്ചാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇവിടെ ഞങ്ങൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 കാപ്സിക്കം, ഒരെണ്ണം റെഡ് ഒരെണ്ണം ഗ്രീൻ, രണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയാണ്. ഇതെല്ലാം നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റാം. ഇന്നത്തെ പാചകം നമ്മുടെ ചേട്ടായിയുടെ വകയാണ്. ചേട്ടായി ഇട്ടപ്പോൾ കുറച്ച് ക്യാപ്സിക്കം കൂടെ ചാടിപ്പോന്നു. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ആ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും ആവാൻ വേണ്ടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക. മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കണം എല്ലാത്തിലും. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാൻഡ്വിച്ചിനുള്ള മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുത്തതായി ഒരു 6 കോഴിമുട്ട എടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കണം. ചേട്ടായി അത് നല്ല പരുവത്തിന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് ഒരു 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെടുക്കണം. നടുഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്തെടുക്കുന്നത് കളയരുത്, അത് നമുക്ക് ആവശ്യമുള്ളതാണ് പിന്നീട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത ബ്രെഡ് അതിലേക്ക് വെക്കുക. ഒരു ബ്രെഡിൻ്റെ മുകളിൽ മറ്റേ ബ്രെഡ് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാപ്സിക്കം മസാല കുറച്ചിട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. പതുക്കെ ഒഴിച്ചില്ലെങ്കിൽ അതെല്ലാം വെളി ചാടി പോവും. അതൊഴിവാക്കാനാണ് പതുക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് ഇറങ്ങുന്നത്. അടുത്തതായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിന്റെ സെൻറ്റർ പോർഷൻ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം അടിഭാഗം ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാൻ നോക്കാം. നേരത്തെ ചെയ്ത പോലെ ആ ബ്രെഡിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നു ഈ സൈഡിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് മുട്ട അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ ടിഫിനായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിത്തെറിച്ച സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലെ ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.